അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ് വല്ലാഹു വൽ അനിയുൽ ഹമീദ്. മനുഷ്യരെ, അള്ളാഹുവിലേക്ക് ആശ്രയമുള്ളവരത്രേ നിങ്ങൾ. അള്ളാഹു ആകട്ടെ അവൻ ധന്യനാണ്, സ്തുത്യർഹനാണ്. അപ്പോൾ നമ്മളെല്ലാവരും പടച്ചവൻ്റെ അടുത്തേക്ക് ആവശ്യക്കാരാണ്. നമ്മളെ ആവശ്യം വ്യത്യസ്തമാണ്. എൻ്റെ ആവശ്യമല്ല ഇവിടെ ഇരിക്കുന്ന ഓരോ ആൾ, നിങ്ങളുടെ ആവശ്യമല്ല ഉണ്ട്. നമ്മളെല്ലാം പടച്ചവൻ്റെ അടുത്തേക്ക് തിടുക്കക്കാരാണ്, ഫക്കീറാണ്. ഇതിൽ പറഞ്ഞ വാക്കെന്താന്ന് ചോദിച്ചാൽ ഫുഖറാണ്. യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാവ്. ഫുഖറാവിൻ്റെ അർത്ഥത്തിൽ പറഞ്ഞത് നിങ്ങൾ ആശ്രയക്കാരാണ് ഇലല്ലാ, അള്ളാഹുവിലേക്ക്. അപ്പോൾ പടച്ചവൻ്റെ അടുത്ത് നമ്മൾ ആശ്രയക്കാരാണ്. നമ്മൾ പടച്ചവനെ അടുത്ത് കിട്ടിയാലേ നമുക്കാവുള്ളൂ. അപ്പോൾ നമ്മളെല്ലാം തിടുക്കക്കാരാണ്, ഫക്കീർ ഫുഖറാവ്. നമ്മളൊരു അത്യാവശ്യക്കാരും തിടുക്കക്കാരനുമാണ്. പക്ഷെ നമ്മളെ കാഴ്ചയിൽ നമ്മൾ തിടുക്കക്കാരനല്ല, കാരണം നമ്മളെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കും. പക്ഷെ നമുക്കൊക്കെ ആവശ്യക്കാരാണ്. ഇപ്പോൾ വരുന്ന ആളുകളുടെ അവസ്ഥ, അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്നൊരു അഡ്രസ്സ് തിരഞ്ഞു പോയപ്പോൾ ഒരു 50 കിലോമീറ്റർ അപ്പുറത്ത് പോയി വീടൊക്കെ ചെന്ന് കണ്ട്, അപ്പോൾ വീടല്ല, അത് ക്വാർട്ടേഴ്സാണ്. അപ്പോൾ താത്താനെ വിളിച്ചു. താത്ത പറഞ്ഞു, ഞാൻ ഡയാലിസിലാണ്, 3:30 മണിക്ക് ഞാൻ വീട്ടിലെത്തുള്ളൂ. അപ്പോൾ നമ്മളിവിടെ 1:30 പോയി. ആയിക്കോട്ടെറിന് അവർ വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു ഡയാലിസിസ് ചെയ്ത ആളുകൾ സാധാരണ ഇതിൽ കിടക്കുകയാണ് പറ്റുക. ഇത് കയ്യിലൊക്കെ ഒരു കെട്ടൊക്കെ കിട്ടിയിട്ട് നേരെ വഴി കാണിക്കാൻ വേണ്ടി റോട്ടിൽ ഇറങ്ങി നിൽക്കുന്നുണ്ട്. ചെന്നപ്പോൾ പറഞ്ഞു, നല്ല വീടുണ്ടായിരുന്നു, കിഡ്നി ഒരുക്ക മാറ്റി വെച്ചതാണ്. നിങ്ങൾ പലരെപ്പോഴും ഒരു ചെറുപ്പക്കാരി പെണ്ണ്, വീട് വിറ്റുപോയി, കിഡ്നി ഒരുക്ക മാറ്റി വെച്ചു. 3 ദിവസമാണ് കിഡ്നി കിട്ടിയത്. വെച്ച കിഡ്നിക്ക് 3 ദിവസം, ലക്ഷക്കണക്കിന് ഉറുപ്പ്യ വീട്, ഒരുപാട് ആളുകളെ പരിശ്രമം കൊണ്ട് കിട്ടിയ കുറേ പൈസ, നാട്ടുകാരും പലരും വീടൊക്കെ പോയി. അവസാനം 3-ാമത്തെ ദിവസം കിഡ്നി പോയി, വീണ്ടും രോഗം പലതും വന്ന് ആശുപത്രിയിലായി. ഇപ്പോൾ വീണ്ടും ഡയാലിസിസ് ചെയ്യുന്നു. ഇപ്പോൾ വാടക താമസിക്കാൻ. അവിടെ തന്നെ ഉണ്ട് ഒരു മാരകമായ രോഗമുള്ള ഒരു 7 വയസ്സായ കുട്ടി. 2 ആഴ്ച 3 ആഴ്ചയൊക്കെ കൂടുമ്പോൾ തമിഴ്നാട്ടിൽ കൊണ്ടുപോയി ചികിത്സിപ്പിക്കണം, വാടകയും കൊടുക്കണം. അവസാനം ഈ ഭർത്താവിനൊന്ന് കാണാൻ ഭർത്താവ് പോയിരുന്നു. ഭർത്താവ് അങ്ങനെ വന്നിരുന്ന് നിൽക്കാനും വയ്യ, ഊരവേദനയും പ്രയാസങ്ങളൊക്കെ ആയിട്ട്. ഇനി ആ മനുഷ്യൻ്റെ സ്ഥാനത്ത് നമ്മളെ പറ്റുന്നത്, അവിടെ നമ്മൾ ആ എന്ന സ്ഥാനത്ത് മുൽഫുക്കറാവിലുള്ള നമ്മൾ എല്ലാം ആവശ്യക്കാരാണ്. ഇപ്പോൾ നമ്മളെക്ക് അങ്ങനെ ഒരു സംഗതി വന്നാൽ, അപ്പോൾ ഡയാലിസിസ് ചെയ്തതിൻ്റെ ശേഷം ആ സഹോദരി കയ്യും കെട്ടിയിട്ട് അപ്പോൾ ചാരിയാണ് നിൽക്കുന്നത്. ഒരു നിർവാഹവുമില്ല. ഞങ്ങളോട് സംസാരിക്കുകയാണ്. കുറേ സംസാരിച്ചു. പെൻഷൻ്റെ ഫോമുണ്ട് ഇനി വണ്ടിയിൽ. ഇപ്പം ഫോമൊക്കെ എടുത്തു കൊടുത്തു. അപ്പോൾ അത് പൂരിപ്പിച്ച് കൊണ്ട് നമ്മൾ മാസത്തിലൊരു പൈസ തരാം, ഇന്ന പൈസ സക്കാത്ത് പണ്ട് തരാം എന്ന് പറയുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു മനസ്സമാധാനം. രണ്ടാമത് ഞാനൊരു വീട്ടിൽ പോയി. വീട്ടിൽ ചെന്നപ്പോൾ ഒരു അപ്സ്റ്റെയറൊക്കെ ഉള്ളൊരു വീട്. ആ വീട്ടിൽ പുറത്തേക്ക് ഒരു കോണിയുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇത് വാടക കൊടുക്കുകയായിരിക്കാം, ഇതിന് വാടക കിട്ടാനുള്ളൊരു സിസ്റ്റത്തിൽ അത് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ നല്ലൊന്ന് പഠിച്ചാലേ തന്നെ. അപ്പോൾ അങ്ങോട്ട് കയറാനൊരു റാമ്പുണ്ട്. ചെന്ന് നോക്കിയപ്പോൾ പിന്നെ വീടൊക്കെ നോക്കി നല്ല വീടുള്ളിൽ. അപ്പോൾ നോട്ടം കണ്ട ഊപ്പർ പറഞ്ഞേ, ഇത് വാടക കേട്ടോ പറഞ്ഞു. അതായത് വെയ്യാത്തതുകൊണ്ട് എനിക്ക് റാമ്പുള്ള ഒരു ഇതൊക്കെ ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ളൊരു വീട്ടിൽ തന്നെ കൊണ്ടുവന്നാക്കിയാണ്. ഇത് എൻ്റെ വീടല്ല, ജന്മനാ ഒരു അസുഖമുണ്ട്, അതിൻ്റെ പുറമെ ഇപ്പോൾ കിഡ്നിയും പോയി, ഇപ്പോൾ വാടകയും കൊടുക്കണം. അങ്ങനത്തെ ഒരു വല്ലാത്തൊരു സങ്കടം. ആയിക്കോട്ടെ, നമുക്ക് തരാമെന്നൊരു പെൻഷൻ ഫോമൊക്കെ കൊടുത്ത് തിരിച്ചു പോകുന്നു. കഴിഞ്ഞ ആഴ്ച ഒന്ന് വേറെ സഹോദരൻ്റെ വീട്ടിൽ പോയി. സഹോദരൻ വന്നപ്പോൾ പറഞ്ഞ പരിവാരം മുന്നിൽ കൊണ്ടു നിർത്തി, കാൽമേൽ വലിയൊരു കെട്ട് പറഞ്ഞു, 3 പേരിൽ കട്ട് ചെയ്ത് പോയി. മേലെ കട്ട് ചെയ്യാൻ പറഞ്ഞിനി. കൂടുതലൊന്നും കേൾക്കാതെ രജിസ്റ്റർ ചെയ്തു. കുറച്ചപ്പുറത്താണ്, അവിടെ പോയി കണ്ടു. അപ്പോൾ വീട്ടിൽ ചെന്നപ്പോൾ തുറന്നങ്ങനെ സംസാരിച്ച്. വലിയ വയസ്സൊന്നുമില്ല, 40-45 വയസ്സായ മനുഷ്യൻ്റെ 3 വിരൽ മുറിഞ്ഞു, കാലിൻ്റെ പാദം കട്ട് ചെയ്യണം. നമ്മളൊക്കെ ആവശ്യക്കാരാണ്. ഈ ആവശ്യം ഉണ്ടാവുമ്പോൾ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ നമുക്ക് എടുക്കണമെങ്കിൽ ആവതുള്ള കാലത്ത് നമ്മൾ പടച്ചവൻ്റെ മാർഗ്ഗത്തിൽ വല്ലതും ഡെപ്പോസിറ്റ് ചെയ്ത് വെക്കണം. പടച്ചവനെ, എനിക്ക് സമ്പത്തും സൗകര്യമൊക്കെ ഉള്ള സമയത്ത് ഞാൻ വല്ലതും ചെയ്ത് വെച്ചാൽ അതുകൊണ്ട് ഇന്നെ കഴിച്ചിലാക്കി തരണേ എന്നുള്ള ഒരു ചിന്ത. അതൊന്നും വെറുതെ ആവില്ല. അപ്പം നിസ്ദേശം പറഞ്ഞു, ഇബ്നു അബിയാത്തിനുള്ള ഉദ്ധരിക്കണം. നിസ്ദേശം പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തരുമായും യാതൊരു ദ്വിഭാഷയും കൂടാതെ അള്ളാഹു നേരിട്ട് സംസാരിക്കുന്നതാണ്. അപ്പോൾ അവൻ സഹായത്തിനെ തൻ്റെ വലതുഭാഗത്തേക്ക് നോക്കും, എന്നാൽ അവൻ മുമ്പ് പ്രവർത്തിച്ചതല്ലാതെ കാണുന്നതല്ല. അവൻ തൻ്റെ ഇടതുഭാഗത്തേക്ക് നോക്കും, എന്നാൽ അവൻ പ്രവർത്തിച്ചതല്ലാതെ കാണുന്നതല്ല.
അവൻ തൻ്റെ മുൻഭാഗത്തേക്ക് നോക്കും, അപ്പോൾ അവൻ തൻ്റെ കൺമുമ്പിൽ നരകമല്ലാതെ മറ്റൊന്നും കാണുന്നതല്ല. അതിനാൽ ഒരു കാരക്ക കഷ്ണം കൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തെ കാത്തുകൊള്ളുക. ഇത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണെന്ന് തോന്നുന്നു. അതെ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു ഉദ്ധരിക്കുന്നു, കുട്ടി, ഞാൻ നിനക്ക് ചില വാക്യങ്ങൾ പഠിപ്പിച്ചു തരാം. നീ അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊള്ളുക, അവൻ നിന്നെ സൂക്ഷിക്കും. നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക, അവനെ നിൻ്റെ മുന്നിൽ നീ കണ്ടെത്തും. നീ വല്ലതും ചോദിക്കുന്ന പക്ഷം അള്ളാഹുവിനോട് ചോദിക്കുക. നീ വല്ല സഹായാഭ്യർത്ഥന ചെയ്യുന്ന പക്ഷം അള്ളാഹുവിനോട് സഹായാഭ്യർത്ഥന ചെയ്യുക. നീ അറിഞ്ഞേക്കുക, നിനക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യുവാൻ വേണ്ടി സമുദായം ഒന്നിച്ചു ചേർന്നാലും അള്ളാഹു നിനക്ക് നിശ്ചയിച്ചിട്ടുള്ളതല്ലാതെ അവർ ഉപകാരം ചെയ്യുകയില്ല. നിനക്ക് ഏതെങ്കിലും ഒരു ഉപദ്രവം ചെയ്യുവാൻ അവർ ഒരുമിച്ച് ചേർന്നാലും അവൻ നിൻ്റെ പേരിൽ നിശ്ചയിച്ചിട്ടുള്ളതല്ലാതെ അവർ ഉപദ്രവം ചെയ്യുകയില്ല. കുറച്ചുകൊണ്ട് നമ്മളെ ഈ പ്രവർത്തനമൊക്കെ സ്വീകരിക്കട്ടെ, താങ്ങാനാത്ത പരിശ്രമത്തോടെ നമ്മൾ കാക്കട്ടെ.